നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. അടിച്ച ഗോളുകൾ മനോഹരം, എന്നാൽ മിസ്റ്റേക്കുകളിലൂടെയാണ് ഗോളുകൾ മടക്കി വാങ്ങിയത്. അങ്ങനെ നന്നായി കളിച്ചിട്ടും സമനിലയുമായിട്ട് ഒറ്റ പോയിന്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമോ എന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ആശങ്കയോടെ നിന്ന നിമിഷത്തിൽ അവസാന ഘട്ടത്തിൽ മനോഹരമായൊരു ഗോൾ. നോഹ് സദോയ്, ആ ബോള് ഒഡീഷയുടെ വലയിലേക്ക് ചാഞ്ഞിറങ്ങുന്നത് കാണാൻ തന്നെ എത്ര ഭംഗിയായിരുന്നു. പക്ഷെ അത് ശരിയാണ്, ഒഡീഷ താരത്തിൻ്റെ ദേഹത്ത് കൊണ്ട് ഡിഫ്ലക്റ്റഡ് ആയിട്ടാണ് അങ്ങനെ പോയത്. എന്നാൽ പോലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയം കുളിർപ്പിച്ച ഗോളായിരുന്നു അത്. ഒടുവിൽ 3-2 അർഹിച്ച വിജയം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒഡീഷ എഫ് സിക്കെതിരെ നോഹ് സദോയിയുടെ ഗോള് കൂടാതെ കോമെ പെപ്രയും ഹീസസ് ഹീമിനസുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഗോളുകൾ അടിച്ച് സൂപ്പർ താരങ്ങൾ മിന്നിക്കത്തി എന്നർത്ഥം. മറുഭാഗത്ത് ജെറിയും ഡൊറിയൽട്ടനുമാണ് ഒഡീഷ എഫ് സിയുടെ ഗോളുകൾ നേടിയത്. അവരുടെ കാർലോസ് ഡെൽഗാഡോക്ക് റെഡ് കാർഡ് കണ്ടതിനെ തുടർന്ന് അവസാനത്തെ 10 മിനിറ്റിലധികം സമയം അവർ 10 പേരുമായിട്ടാണ് കളിച്ചത്. കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ കോമെ പെപ്ര, നോഹ് സദോയി, അഡ്രിയൻ ലൂണ, കോഴു എന്നിവരൊക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് ഡിയേഗോ മൗറീസിയും ഡോറിയും ചേർന്നുകൊണ്ട് ഒഡീഷ എഫ് സിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ 4-ാമത്തെ മിനിറ്റിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് പന്തെത്തിയിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലെ ഒരു ആശയക്കുഴപ്പം അത് കൃത്യമായി മുതലെടുത്ത് ജെറി ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് പന്തെത്തിച്ചു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് നിരന്തരം ആക്രമിക്കുകയായിരുന്നു. 60-ാമത്തെ മിനിറ്റിലാണ് കോമെ പെപ്രയുടെ ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് ഒപ്പം പിടിക്കുന്നത്. കോറു നൽകിയ മികച്ചൊരു പന്തുമായിട്ട് ഓടിക്കയറി ഈവൻ ഗോൾ കീപ്പറെയും മറികടന്ന് പോയിട്ടാണ് പെപ്ര ആ പന്ത് ഫിനിഷ് ചെയ്തത്. മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ ഗോൾ അത് അതിമനോഹരം എന്ന് പറയണം. കാരണം സുന്ദരമായിട്ടുള്ളൊരു ബോളാണ് പെനാൽറ്റി ബോക്സിലേക്ക് ലൂണ കൊടുക്കുന്നത്. അത് ഹെഡ് ചെയ്തിട്ട് കൊടുക്കുന്നു നോഹ് സദോയി. കിഡിലൻ ഫിനിഷിങ് ഹീസസ് ഹ്യൂമനസിൻ്റെ വക. സൂപ്പർ താരങ്ങൾ 3 പേരും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഗോളാണ് നമ്മൾ അവിടെ കണ്ടത്. 73-ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് 2-1 മുന്നിൽ. പക്ഷേ 80-ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറുടെ അബദ്ധം, പന്ത് തിരികെ ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് ഡിയേഗോ മൗറീസിയുടെ ഫ്രീ കിക്ക് അദ്ദേഹം മനോഹരമായിട്ട് സേവ് ചെയ്തിട്ടതാണ്. പക്ഷേ പന്ത് വീണ്ടും വന്ന ഘട്ടത്തിൽ, റീബൗണ്ടിൽ നിന്ന് വന്ന ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം അത് പഞ്ച് ചെയ്ത് പുറത്തേക്ക് കളയുന്നതിന് പകരം ഒഡീഷ എഫ് സി താരങ്ങളുടെ മുന്നിലേക്കാണ് ഇട്ടുകൊടുത്തത്. സച്ചിൻ്റെ ആ പിഴവ് മുതലെടുത്ത് ഡൊറിയൽട്ടൺ ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് പന്തെത്തിച്ചു. 2-2 നിരാശയിലേക്ക് പോകുന്നു എന്ന് തോന്നിച്ച നിമിഷത്തിലാണ് നമ്മൾ ആ പറഞ്ഞ ഗോൾ പിറക്കുന്നത്. അവസാന ഘട്ടത്തിൽ നോഹ് സദോയിയുടെ മനോഹരമായ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. 3-2 വിജയം ബ്ലാസ്റ്റേഴ്സ് നേടിയതോടുകൂടി ഇപ്പോൾ പ്ലേ ഓഫ് എന്ന സ്വപ്നം കൂടുതൽ സജീവമായിരിക്കുകയാണ്. 16 കളികളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന് 20 പോയിന്റായി. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 8-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.